എല്ലാവർക്കും നമസ്കാരം. PM കിസാൻ പദ്ധതി പ്രകാരമുള്ള 2000 രൂപ വെച്ചിട്ട് വർഷത്തിൽ 6000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കർഷകർക്കും ഈ തുക തുടർന്ന് ലഭിക്കുന്നതിനായി അഗ്രി സ്റ്റാർ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. നമ്മുടെ കൃഷിഭവനിൽ കൂടിയാണ് നമ്മൾ ആദ്യം ഇത് ചെയ്തിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായും ചെയ്യാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്കായി ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഇനിയും ഫോൺ വഴി ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കായി തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ ചെല്ലാമെങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യാനായി പോകുന്നവർ കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ, നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ അടങ്ങുന്ന കരമടച്ച രസീത്, ഇത് മൂന്നും കൊണ്ടാണ് നമ്മൾ വെളിയിലേക്ക് പോകുന്നവർ പോകേണ്ടത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ, കാരണം OTP അതിനകത്തിലാണ് വരുന്നത്, പിന്നെ കരമടച്ച രസീത്, ഈ 3 രേഖയുമായിട്ടാണ് നമ്മൾ വെളിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ 6000 രൂപ തുടർന്ന് ലഭിക്കാനും മറ്റ് കർഷകർക്ക് സബ്സിഡി ലഭിക്കാനും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. 2025 ജൂലൈ 30 അവസാന തീയതി. കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികൾ നിങ്ങളിലേക്ക് നമ്മുടെ ചാനൽ വഴി എത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നല്ല നല്ല കർഷകരുടെയും കാർഷിക അറിവുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ വഴി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.